Hi friends, welcome to BioFocus. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബോട്ടണിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും ആ ക്ലാസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. സോ ഇന്ന് ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത്രയും പോർഷനിലുള്ള സ്റ്റഡി നോട്ട്സ് എക്സ്പ്ലനേഷനും ആൻഡ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള റൂട്ട് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ, സ്റ്റെം ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ, ദ ലീഫ് ആൻഡ് ദ ഇൻഫ്ലോറസൻസ്, ഇത്രയുമായിരുന്നു ഫസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അത് കണ്ടു നോക്കുക. സെക്കൻഡ്, നമ്മൾ ഇന്ന് ബാക്കി ഫ്ലവർ പാർട്സ് ഓഫ് ഫ്ലവർ ആൻഡ് ഫാബേസിയ ഫാമിലി ആൻഡ് ലിലിയേസിയ ഫാമിലി, അതായത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഫ്ലവർ. ഫ്ലവർ ഈസ് ദ പാർട്ട് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ് ഫോർ സെക്ഷൽ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. സോ ഒരു ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലവർ ആണ്. സോ ഫ്ലവറിൻ്റെ സ്റ്റോക്ക്, ഞാൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത്. സ്റ്റോക്ക് ഓഫ് എ ഫ്ലവർ ഈസ് കോൾഡ് പെഡിസെൽ. അതുപോലെ തന്നെ എ ടിപ്പിക്കൽ ഫ്ലവർ ഹാസ് 4 floral whorls arranged on a swollen end of pedicel is called thalamus or receptacle. അതായത് പെഡിസെലിൻ്റെ നമ്മുടെ ആ ഫ്ലോറൽ വോൾസ് മുകളിൽ കാണുന്ന ആ പോർഷൻ്റെ അവിടെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വോളൻ എൻഡ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. സോ ദാറ്റ് സ്വോളൻ എൻഡ് ഈസ് കോൾഡ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. ആൻഡ് വാട്ട് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് ഫ്ലോറൽ വോൾസ്? ഏതൊക്കെയാണ് ഫ്ലോറൽ വോൾസ് എന്നറിയപ്പെടുന്നത്? ദേ ആർ കാലിക്സ്, കൊറോള, andrecium and gynoecium. So these are the 4 important floral whorls of a flower. And the andrecium and gynoecium is called the sexual reproductive part of a flower. So ആ ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? ആൻഡ്രീഷ്യം. ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഈസ് നോൺ ആസ് ഗൈനീഷ്യം. സോ നമ്മൾ പറഞ്ഞു മിക്ക ആൻജിയോസ്പേംസിലും എന്താണ്? ഈ 4 ഫ്ലോറൽ വോൾസ് കാണപ്പെടുന്നു. എന്നാൽ ചില ഫ്ലവേഴ്സിൽ, അതായത് ലിലി പ്ലാന്റ് പോലുള്ള ഫ്ലവേഴ്സിലൊക്കെ അതിൻ്റെ കാലിക്സ് ആൻഡ് കൊറോള നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദേ ആർ നോൺ ആസ് പെരിയാന്ത്. ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ആസ് കാലിക്സ് ആൻഡ് കൊറോള. സോ ദേ ആർ നോൺ ആസ് പെരിയാന്ത്. In some plants, the andrecium and gynoecium are present in the same flower. They are known as bisexual flowers. അതായത് ചില പ്ലാന്റ്സിൽ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആ സെയിം ഫ്ലവറിൽ തന്നെ കാണപ്പെടുന്നു. അതായത് ആ ഒരൊറ്റ ഫ്ലവറിനകത്ത് തന്നെ എന്ത് കാണുന്നു? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കാണപ്പെടുന്നു. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ ആസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. എന്നാൽ ചില ഫ്ലവേഴ്സിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണത്തുള്ളൂ, അതായത് ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. അപ്പം ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്, അതായത് മെയിൽ ഫ്ലവേഴ്സ് സെപ്പറേറ്റ്, ഫീമെയിൽ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിരിക്കും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ എസ് യൂണിസെക്ഷൽ. നെക്സ്റ്റ് അനദർ വൺ ഈസ് ദ ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് മീൻസ് നമ്മൾ അനിമൽ കിങ്ഡത്തിലൊക്കെ പറഞ്ഞതുപോലെ സിമെട്രിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനെ നമുക്ക് ഏത് റേഡിയൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് flower is known as actinomorphic flowers. For example, datura, chilli, mustard, ഈ ഇതിലുള്ള ഫ്ലവേഴ്സ് എല്ലാം എന്ത് ഫ്ലവേഴ്സ് ആണ്? ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ആയിരിക്കും. എന്നാൽ ചില ഫ്ലവേഴ്സ് എന്തായിരിക്കും? സൈഗോമോർഫിക് ആയിരിക്കും. ദാറ്റ് മീൻസ് വിച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2 സിമിലർ ഹാഫ്സ് ഓൺലി ഇൻ 1 വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ടിനോമോർഫിക്കിൽ ഏത് റേഡിയൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ഹാഫ്സ് കിട്ടും. എന്നാൽ സൈഗോമോർഫിക് ഫ്ലവേഴ്സിൽ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ എസ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. എക്സാമ്പിൾ ഇൻ പീ, ഗുൽമോഹർ, കാഷ്യ ഇതുപോലുള്ള ഫ്ലവേഴ്സിലെല്ലാം സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ആയിരിക്കും. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് പറഞ്ഞത്? ബൈസെക്ഷൽ, യൂണിസെക്ഷൽ, ആൻഡ് നെക്സ്റ്റ് സിമെട്രി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ്? ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. സോ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ പാർട്സ് മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞ ഏതാണ്? റിസെപ്റ്റക്കിൾ ഓർ തലാമസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ ഫ്ലവറിൻ്റെ എന്താണ് പറഞ്ഞത്? കാലിക്സ്, കൊറോള.
നമ്മളിനി അടുത്തതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ആ പാർട്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. എന്തൊക്കെയാണ്? പെറ്റൽ, സെപ്പൽ ആൻഡ് ഓവറി. ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവറിൽ നിന്ന് എറേസ് ചെയ്തിരിക്കുന്ന ആ സ്ലെൻഡർ ആയിട്ടുള്ള ഫിലമെൻ്റ് എന്താണ്? സ്റ്റൈൽ. ആൻഡ് എൻഡിൽ എന്തുണ്ട്? സ്റ്റിഗ്മ. സോ അതുപോലെ തന്നെ ആന്തർ, അതായത് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൽ എന്തൊക്കെയാണുള്ളത്? ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. സോ ദാറ്റ് ഈസ് നോൺ എസ് എ സ്റ്റേമൻ. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കാനായിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആ ഫ്ലവർ പാർട്സ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. A flower is asymmetric or irregular if it cannot be divided into two equal halves by any vertical planes passing through the center. That is known as asymmetric or irregular flower. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്? ആക്നോമോർഫിക് ആൻഡ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. എസിമെട്രിക് ഓർ ഇറഗുലർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് ലൈൻസ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഫ്ലവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ as asymmetric or irregular. അപ്പോൾ സോ ഓൺ ദ ബേസിസ് ഓഫ് സിമെട്രി ഫ്ലവേഴ്സ് ആർ ക്ലാസിഫൈഡ് as എന്തൊക്കെയാണ്? ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് എസിമെട്രിക് ഓർ ഇറഗുലർ ഫ്ലവർ. സോ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്ന കാന എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്ലോറൽ അപ്പറ്റേജസ് പറഞ്ഞു, അതായത് കാലിക്സ് ആൻഡ് കൊറോള. ഈ കാലിക്സ് ആൻഡ് കൊറോള ഓരോ ഫ്ലവേഴ്സിലും പ്രസൻ്റ് ആയിരിക്കുന്നത് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, 4 or 5. ഇപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ 3, 6, 9 ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഫ്ലോറൽ അപ്പൻഡേജസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ട്രൈമീറസ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ ഇനി വേറൊരു ഫ്ലവറിൽ ടെട്രാമീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ഫ്ലവറിലെ ഫ്ലോറൽ അപ്പൻഡേജസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും, അതായത് 4, 8 ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലോറൽ അപ്പൻഡേജസ് ദേ ആർ സെഡ് ടു ബി ട്രൈമീറസ്, ടെട്രാമീറസ് ആൻഡ് പെൻഡാമീറസ് ഫ്ലവേഴ്സ്. നെക്സ്റ്റ് ഈസ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ബ്രാക്സ് ഇൻ എ ഫ്ലവർ. സോ ബ്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ കാലിക്സിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് ബ്രാക്റ്റ് എന്നറിയപ്പെടുന്നത്. സോ ഒരു ഫ്ലവറിന് ബ്രാക്റ്റ് പ്രസൻ്റ് ആയി കഴിഞ്ഞാൽ സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവർ ഈസ് നോൺ as ബ്രാക്റ്റിയേറ്റ്സ്. ആൻഡ് ബ്രാക്റ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ എന്തെന്ന് വിളിക്കും? ഇബ്രാക്റ്റിയേറ്റ് എന്ന് വിളിക്കുന്നു. സോ നെക്സ്റ്റ്, based on the position of ovary with respect to other floral parts on thalamus, flowers are of the following types. So ഫ്ലവേഴ്സിനെ നമുക്ക് അതിൻ്റെ ഓവറി വിത്ത് റെസ്പെക്ട് ടു തലാമസ്, ആ ഫ്ലോറൽ പാർട്സിനെ തലാമസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ നമുക്ക് ഫ്ലവേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്, പെരിഗൈനസ് ഫ്ലവേഴ്സ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. സോ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയാണ് വിച്ച് ഈസ് ദ ഹയസ്റ്റ് പൊസിഷൻ. ഓവറി ഒക്കുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ. ബാക്കി ഫ്ലോറൽ വേൾസ് എല്ലാം എന്തായിരിക്കും? ഇതിന് താഴെയായിരിക്കും വരുന്നത്. അതായത് ഓവറി ആയിരിക്കും ഹയസ്റ്റ് പൊസിഷനിലിരിക്കുന്നത്. ഓവറിയുടെ ബേസിൽ നിന്നായിരിക്കും അതർ ഫ്ലോറൽ വേൾസ് എന്ത് ചെയ്യുന്നത്? എറേസ് ചെയ്യുന്നത്. സോ ആ കേസിൽ ഓവറി എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. സോ ഹൈപ്പോഗൈനസ് ഫ്ലവർ ഓവറി ഈസ് സുപ്പീരിയർ. എക്സാമ്പിൾ മസ്റ്റാർഡ്, ബ്രിഞ്ചാൾ ആൻഡ് ചൈന റോസ്. In second one എന്താണ്? പെരിഗൈനസ്. പെരിഗൈനസ് means in between. That means gynoecium is situated at the center and other parts are on the rim at same height. That means ovary is half inferior. Ovary എന്തായിരിക്കും? ഹാഫ് ഇൻഫീരിയർ, കുറച്ച് ഇൻഫീരിയർ ആയിട്ട്. അതായത് ഈ ഓവറിയുടെ റിമ്മിൽ നിന്നായിരിക്കും ബാക്കിയുള്ള ഫ്ലോറൽ വേർഡ്സ് എല്ലാം, അതായത് സെൻറ്ററിൽ നിന്നായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ബാക്കിയുള്ള ഫ്ലോറൽ വേർഡ്സ് എറേസ് ചെയ്തിരിക്കുന്നത്. And third one is epigynous flowers. Epigynous flower means the margin of thalamus grows to completely cover the ovary. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓവറി ഇൻഫീരിയർ ആയിരിക്കും. അതായത് ഓവറിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന്, ഓവറി താഴെയായിരിക്കും, അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും എന്ത് എറേസ് ചെയ്യുന്നത്? അതർ ഫ്ലോറൽ വേഴ്സ് എറേസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഓവറി ഈസ് ഇൻഫീരിയർ. സോ മാറിപ്പോകരുത്. ഹൈപ്പോഗൈനസ് ഫ്ലവർ മീൻസ് സുപ്പീരിയർ ഓവറി ആൻഡ് എപ്പിഗൈനസ് ഫ്ലവർ മീൻസ് ഇൻഫീരിയർ ഓവറി. ആൻഡ് ഇൻ പെരിഗൈനസ് ദ ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ. So these 3 are very important. Next is the parts of a flower. Calyx is the outermost wall of the flower. Its members are called sepals.
അപ്പോൾ സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം സെക്സ് ഓർഗൻസ്, അതായത് ഫ്ലവറിൻ്റെ സെക്ഷൽ പാർട്ടാണ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. അതിൽ നോൺ എസെൻഷ്യൽ വേർഡ്സ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, കാലിക്സ് ആൻഡ് കൊറോള. കാലിക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെപ്പൽസ് ആണ്. അപ്പോൾ സെപ്പൽസ് കമ്പോസ് ടു ഫോം calyx. So calyx are generally green and leafy, protect the flower in bud stage. ആൻഡ് ഇതിൻ്റെ ബേസിസിൽ, അതായത് സെപ്പൽസ് യുണൈറ്റഡ് ആണോ ഫ്രീ ആണോ, അപ്പോൾ ഓരോ ഫ്ലവറിലും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാമോസെപ്പാലസ്. ആൻഡ് ഇഫ് ദ സെപ്പൽസ് ആർ ഫ്രീ ഇറ്റ് ഈസ് നോൺ ടു ബി പോളിസെപ്പാലസ്. അപ്പോൾ സോ കാലിക്സിൻ്റെ യൂണിറ്റ് എന്താണ്, സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ ഗാമോസെപ്പാലസ്, സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ്. ആൻഡ് ദെൻ കമ്മിങ് ടു കൊറോള. കൊറോളയുടെ യൂണിറ്റ് എന്താണ്, പെറ്റൽസ് ആണ്. സോ കാലിക്സ്, സെപ്പൽസ്, കൊറോള എന്താണ്, പെറ്റൽസ്. പെറ്റൽസ് എന്തായിരിക്കും, നമ്മൾ ഫ്ലവറിൻ്റെ ഏറ്റവും നമ്മൾ ബ്രൈറ്റ് കളേർഡ് ആയിട്ട് കാണുന്ന ആ പോർഷനാണ് പെറ്റൽസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് കളേർഡ് ടു അട്രാക്ട് ദ ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. ഇനി ഇതുപോലെ തന്നെ പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, പോളിപെറ്റാലസ്. ആൻഡ് ഇഫ് ദ പെറ്റൽസ് ആർ യുണൈറ്റഡ് ഓർ ഫ്യൂസ് ദെൻ ഇറ്റ് ഈസ് നോൺ as ഗാമോപെറ്റാലസ്. സോ ക്ലിയർ ആയല്ലോ എന്തൊക്കെയാണ് കാലിക്സ് ആൻഡ് കൊറോള. കാലിക്സ്, സെപ്പൽസ്, കൊറോള, പെറ്റൽസ്. ആൻഡ് ഗാമോസെപ്പാലസ്, പോളിസെപ്പാലസ്. ആൻഡ് കൊറോളയിലാണെങ്കിൽ എന്തായിരിക്കും, പോളിപെറ്റാലസ് ആൻഡ് ഗാമോപെറ്റാലസ്. The mode of arrangement of sepals or petals in floral bud with respect to other members of the same whorl is called estivation. അപ്പോൾ സോ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്. അപ്പോൾ ഈ സെപ്പൽസും പെറ്റൽസും ഫ്ലോറൽ ബഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വോൾ. ബാക്കിയുള്ള മെമ്പേഴ്സിന്, അതായത് നമ്മൾ പറയുന്ന ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഈ മെമ്പേഴ്സ്, ആ വേൾഡിലുള്ള ആ മെമ്പേഴ്സ്, ബാക്കിയുള്ള സെപ്പൽസ് ആൻഡ് പെറ്റൽസ്, ഇവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈസ്റ്റിവേഷൻ എന്ന് അറിയപ്പെടുന്നത്. There are 4 types of estivation: valvate, twisted, imbricate and vexillary. സോ നമുക്കിത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വാൽവേറ്റ്. വാൽവേറ്റ് മീൻസ് സെപ്പൽസ് ഓഫ് പെറ്റൽസ് ഇൻ എ വോൾ ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് ദ മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. അപ്പോൾ സോ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ സെപ്പൽസ് ഓഫ് പെറ്റൽസ് എന്താണ്, അവർ ജസ്റ്റ് അവരുടെ വേൾസിൻ്റെ എൻഡ്സ് മാർജിനിൽ മാത്രം ടച്ച് ചെയ്തിട്ടുണ്ടാകും, വിത്തൗട്ട് ഓവർലാപ്പിംഗ്. അവിടെ നോ ഓവർലാപ്പിംഗ് ആണ്. എക്സാമ്പിൾ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഫ്ലവറാണ് കെലോട്രോപ്പിസ്. അപ്പോൾ സോ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, നോ ഓവർലാപ്പിംഗ്. Next is twisted estivation. Twisted estivation, one margin of appendage overlaps that of the next one. സോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇതിന് നമുക്ക് എടുത്തിരിക്കുന്നത്. ചൈന റോസ്, നമ്മുടെ ഹിബിസ്കസ് എന്ന് പറയുന്ന ആ ഫ്ലവറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പൽസ് ഓഫ് പെറ്റൽസ് നമുക്കറിയാം എന്താണ്, അതിൻ്റെ ഒരു മാർജിൻ ആ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു മാർജിൻ അടുത്ത മാർജിനുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ ഫസ്റ്റ് മാർജിൻ, സെക്കൻഡ് മാർജിൻ, തേർഡ് വൺ. അപ്പോൾ എത്ര അതിനെന്താണ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഉണ്ട് അതിന് ഒന്നൊന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്നറിയപ്പെടുന്നത്. സോ എക്സാമ്പിൾ ചൈന റോസ്. തേർഡ് വൺ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. The margin of sepals of petals overlap one another but not in any particular direction as in cassia and gulmohar. അപ്പോൾ സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കാഷ്യ ആൻഡ് ഗുൽമോഹർ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്, ദ മാർജിൻ ഓഫ് സെപ്പൽസ് ഓഫ് പെറ്റൽസ് ഓവർലാപ്പ് വൺ അനദർ ആണ്. അതായത് ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ്, ബട്ട് നോട്ട് ഇൻ എനി പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കത്തില്ല ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഓവർലാപ്ഡ് ആയിരിക്കും, ബാക്കിയുള്ളത് ട്വിസ്റ്റഡ് പോലെ ഒന്ന് എന്തായിരിക്കും, പുറത്ത് ഒരു മാർജിൻ ഔട്ടർ, ഒരു മാർജിൻ ഇന്നർ, ആ ഒരു രീതിയിലായിരിക്കും ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇൻ വെക്സിലറി ഈസ്റ്റിവേഷൻ. അപ്പോൾ ഈ ഈസ്റ്റിവേഷൻ പർട്ടിക്കുലറായിട്ട് കാണുന്നത് പീ പ്ലാന്റ്സിലായിരിക്കും. അതായത് ആ ഫാമിലി പാപ്പിലോണേസി എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈസ്റ്റിവേഷനാണ് വെക്സിലറി ഈസ്റ്റിവേഷൻ എന്നറിയപ്പെടുന്നത്. സോ ഈ ഈസ്റ്റിവേഷനിൽ
ഇവരുടെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 പെറ്റൽസ് ഇവർക്ക് കാണുന്നു. ആ 5 പെറ്റൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് പെറ്റൽ ഉണ്ടാകും. ലാർജസ്റ്റ് പെറ്റൽസിന് അറിയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ്. ആൻഡ് ദർ ആർ 2 ലാറ്ററൽ പെറ്റൽസ് ആർ ദർ. ദേ ആർ നോൺ ആസ് വിങ് പെറ്റൽ. ആൻഡ് അനദർ 2 പെറ്റൽ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് കീൽ പെറ്റൽസ് എന്ന് പറയുന്നത്. സോ ഇൻ പീ പ്ലാന്റ്സ് ദർ ആർ 3 ടൈപ്സ് ഓഫ് പെറ്റൽസ് ആർ ദർ: സ്റ്റാൻഡേർഡ്, വിങ് ആൻഡ് കീൽ. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പെറ്റൽ ബാക്കിയുള്ള 2 വിങ് പെറ്റലിനെയും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് നെക്സ്റ്റ് ഈ 2 വിങ് പെറ്റൽസ് ബാക്കിയുള്ള കീൽ പെറ്റൽസിൻ്റെ പുറമേൽ കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. സോ ഈ ടൈപ്പ് ഈസ്റ്റിവേഷന് അറിയപ്പെടുന്ന പേരാണ് വിക്സിലറി ഈസ്റ്റിവേഷൻ ഓർ പാപ്പിലോണേഷ്യസ് എന്ന് അറിയപ്പെടുന്നത്. സോ ദീസ് 4 ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻ. നെക്സ്റ്റ് ഈസ് ആൻഡ്രീഷ്യം. Androecium represent the male reproductive parts of flower and consist of stamen. So androecium is composed of stamens and each stamen consists of stalk of filament and an anther. So androecium compose ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേമൻസ് കൊണ്ടാണ്. ഈ ഓരോ സ്റ്റേമൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അതിൽ? ആന്തർ ആൻഡ് എ ഫിലമെൻ്റ് ഉണ്ടാകും. ഇനി എന്താണ്? പോളൻ ഗ്രെയിൻസ് ആണ്. നമുക്കറിയാം പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ പോളൻ ഗ്രെയിൻസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോളൻ സാക്സിലാണ്. ഈ പോളൻ സാക്സ് എവിടെയാണ് കാണപ്പെടുന്നത്? ആന്തർ. സോ പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പോളൻ സാക്സ് ഓഫ് ദ ആന്തർ. ആൻഡ് അനദർ വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദ സ്റ്റാമിനോയിഡ്. സ്റ്റാമിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെറൈൽ സ്റ്റേമൻ ആണ്. അതായത് ചില ഫ്ലവേഴ്സിൽ സ്റ്റേമൻസ് സ്റ്റെറൈൽ ആയിരിക്കും. They are not fertile. That type of stamen is known as staminode. And another important terms are epipetalis and epiphyllus. അപ്പോൾ ഇതെന്താണ് ഈ 2 ടേംസ് എന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. When stamens are attached with the petals, such stamens are known as epipetalis. അതായത് ചില പ്ലാന്റ്സിൽ ഈ എന്താണ് ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേമൻസ് അവിടെ പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേമൻസ് ആർ നോൺ ആസ് epipetalis. എക്സാമ്പിൾ ഇൻ ബ്രിഞ്ചോൾ ഫ്ലവർ. ആൻഡ് അനദർ ടൈപ്പ് ഈസ് എക്സാമ്പിൾ ഈസ് ലില്ലി ഫ്ലവർ. ഈ ലില്ലി ഫ്ലവറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേമൻ എന്തായിരിക്കും? അവരുടെ പെരിയാന്തിലായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ പെരിയാന്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, കാലിക്സ് ആൻഡ് കൊറോള നോട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതാണ് പെരിയാന്ത്. സോ ആ പെരിയാന്തിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും? സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ദാറ്റ് ഈസ് നോൺ ആസ് എപ്പിഫില്ലസ്. ആൻഡ് ഇൻ സം ഫ്ലവർ ദ സ്റ്റേമൻസ് ആർ ഫ്രീ. സോ ദേ ആർ നോൺ ആസ് പോളിയാൻഡ്രസ്. ചില ഫ്ലവേഴ്സിൽ എന്തായിരിക്കും? സ്റ്റേമൻസ് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അതായത് സ്റ്റേമൻസ് ഒരു ബണ്ടിലായിട്ടായിരിക്കും, അല്ല ഒരു എന്താണ് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അവരെ വിളിക്കുന്ന പേരാണ് പോളിയാൻഡ്രസ്. ആൻഡ് ഇൻ സം ഫ്ലവേഴ്സ് സ്റ്റേമൻസ് ആർ യുണൈറ്റഡ് ഇൻ 1 ബണ്ടിൽ. ഈ സ്റ്റേമൻസ് എല്ലാം കൂടി ഒരൊറ്റ ബണ്ടിലായിട്ട് കാണപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോണഡൽഫസ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കറിയാം നമ്മുടെ ഹിബിസ്കസ് ഫ്ലവറിലെല്ലാം എന്താണ്? മോണഡൽഫസ് ആണ്. അവിടെ സ്റ്റേമൻസ് എല്ലാം കൂടി ഒരൊറ്റ ബണ്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. And in some flowers the stamens are united in 2 bundles. They are known as diadelphous. അതായത് നമ്മുടെ പീ പ്ലാന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ 10 സ്റ്റേമൻസ് ആണ് കാണപ്പെടുന്നത്. 9 സ്റ്റേമൻസ് ഒരൊറ്റ ബണ്ടിലായിട്ടും ബാക്കി റിമൈനിങ് 1 സ്റ്റേമൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ as diadelphous condition. And in some flowers more than 2 bundles are seen. They are known as polyadelphous. So these are the facts about Androecium. Next is the female reproductive part, gynoecium. So gynoecium is made up of 1 or more carpels. So the unit of gynoecium is known as carpels. അപ്പോൾ ഈ കാർപ്പൽസിന് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച് കാർപ്പൽ ഹാസ് എ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് എ ഓവറി. അപ്പോൾ കാർപ്പൽസിന് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പോൾ ഓവറി എന്താണെന്ന് പറഞ്ഞാൽ ബേസണിൽ കാണുന്ന എൻലാർജ്ഡ് ആയിട്ടുള്ള സൊളൻ പാർട്ടാണ് എന്ത് പറയുന്നത്? ഓവറി. ആൻഡ് ഇൻസൈഡ് ദ ഓവറി ദർ ആർ സീൻ സം ഓവ്യൂൾസ്. ഓവ്യൂൾസ് ആർ ദർ. അപ്പോൾ ഈ ഓവ്യൂൾസിനകത്താണ് എന്ത് കാണുന്നത്? എഗ്സ് കാണപ്പെടുന്നത്. സോ ഈ ഓവറിയിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് ഏറ്റവും ടിപ്പ് പോർഷനാണ് സ്റ്റിഗ്മ എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റിഗ്മയും ഓവറിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്ഷനാണ് എന്ത് പറയുന്നത്? സ്റ്റൈൽ. ദേ ആർ ദ എലോങ്ങേറ്റഡ് ട്യൂബ്യൂൾ.
and the stigma at the tip of the style and it receives the pollen grain. അപ്പോൾ ഈ സ്റ്റിഗ്മയിലാണ് എന്ത് റിസീവ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് റിസീവ് ചെയ്ത് ആ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റൈല് വഴി ഓവറിയിലെത്തി അവിടെയാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ നടക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ കാർപ്പൽസ് ചില ഫ്ലവേഴ്സിൽ അതിലെന്തായിരിക്കും? ഓവറിക്കകത്തുള്ള കാർപ്പൽസ് ചിലപ്പോൾ മോർ ദാൻ 1 കാർപ്പലായിരിക്കും കാണപ്പെടുന്നത്. സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിന് ആ കാർപ്പൽസ് ഫ്രീ ആകാം, ചിലപ്പോൾ എന്തായിരിക്കാം? ഫ്യൂസ്ഡ് ആയിരിക്കാം. അപ്പോൾ സോ ഇൻ സം ഓവറി ദ കാർപ്പൽസ് ആർ ഫ്രീ. ദേ ആർ നോൺ ആസ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ ഇൻ ലോട്ടസ് ഫ്ലവർ. അപ്പോൾ സോ ഇതിലൊക്കെ കാർപ്പൽസ് എന്തായിരിക്കും? ഫ്രീ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ദേ ആർ നോൺ ആസ് അപ്പോകാർപ്പസ്. ആൻഡ് ഇൻ സം ഫ്ലവേഴ്സ് ലൈക്ക് മസ്റ്റർഡ് ഫ്ലവർ ആൻഡ് ടൊമാറ്റോ ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ആൻഡ് ദേ ആർ നോൺ ആസ് സിൻകാർപ്പസ്. അപ്പോൾ സോ നമ്മൾ പറഞ്ഞു ഓവറിക്കകത്ത് എന്തുണ്ടാകും? ഓവ്യൂൾസ് ഉണ്ടാകും. ഈ ഓവ്യൂൾസിനകത്താണ് എഗ്സ് ഉള്ളത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവ്യൂൾസ് എന്തായിട്ട് മാറുന്നു? സീഡ്സ് ആയിട്ട് മാറുന്നു. നമുക്കറിയാം ഓവറി എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ സോ ഈ ഓവറി ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നു. ഈ ഓവറിക്ക് ഇൻസൈഡ് ആയിട്ടുള്ള ഓവ്യൂൾസ് എന്തായിട്ട് മാറുന്നു? ആ ഫ്രൂട്ടിനകത്തുള്ള സീഡ്സ് ആയിട്ട് മാറുന്നു. സോ ദീസ് ആർ അബൌട്ട് ഗൈനീഷ്യം. സോ ക്ലിയർ? So next, moving on to next topic. The arrangement of ovules within the ovary is called placentation. സോ ഓവറിക്ക് അകത്താണ് എന്തെന്ന് പറഞ്ഞു? ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഓവറിക്കകത്ത് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസെൻറ്റ എന്നറിയപ്പെടുന്നത്. സോ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി ഈസ് നോൺ as placentation. There are 5 different types of placentations are there. First one is marginal, second axial, third one parietal, and fourth one free central, and fifth one basal. So first നമുക്ക് നോക്കാം marginal placentation. In marginal placentation, the ovules are arranged along the fused margins of ovary. അപ്പോൾ സോ ഓവറിക്ക് അകത്തുള്ള ആ മാർജിൻ, ഫ്യൂസ്ഡ് ആയിട്ടുള്ള മാർജിനിലായിരിക്കും എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ as marginal placentation. And in axial placentation, the margins of carpels fuse to form central axis. And the ovules are attached to the placenta in a multilocular ovary. അപ്പോൾ സോ ഇവിടെ ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ കാർപ്പൽസ്, അതായത് കാർപ്പൽസിൻ്റെ മാർജിൻ ഫ്യൂസ് ചെയ്ത് ഒരു സെൻട്രൽ ആക്സിസിലായിരിക്കും എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഇതിന് നമ്മൾ മൾട്ടി ലോക്കുലാർ ഓവറി എന്നാണ് അറിയപ്പെടുന്നത്. So that type of placentation is known as axial placentation. And in parietal placentation, ovules develop on inner wall of the ovary. ഓവറിയുടെ ഇന്നർ വാളിലായിരിക്കും അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലായിരിക്കും എന്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ as parietal placentation. And in free central placentation, ovules born on central axis which is lacking the septa. ആ സെപ്റ്റൽ ഫോർമേഷൻ കാണത്തില്ല. ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സെൻട്രൽ ആയിരിക്കും, ആ സെൻട്രൽ ആക്സിൽ തന്നെ ആയിരിക്കും എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഫ്രീ സെൻട്രൽ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആക്സിൽ സെപ്റ്റ ഉണ്ടാകും, എന്നാൽ ഫ്രീ സെൻറ്ററിൽ ആ സെപ്റ്റ ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് ഇൻ ബേസൽ പ്ലാസൻറ്റേഷൻ, പ്ലാസൻറ്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി. അപ്പോൾ ബേസൽ പോർഷനിൽ നിന്നായിരിക്കും ആ ഒരൊറ്റ ഓവറി ഓവ്യൂൾസ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്ത് കാണപ്പെടുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഈസ് നോൺ as basal placentation. And so these are the 5 types of placentation. Next is a semi-technical description of a typical flowering plant. സോ നമുക്ക് ഈ നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫ്ലോറൽ ഫോർമുല ആൻഡ് ഫ്ലോറൽ ഡയഗ്രാം ഓഫ് 2 ഫാമിലീസ്, ഫാബേസിയെ ആൻഡ് ലിലിയേസിയെ. സോ ഈ 2 ഫാമിലീസിൻ്റെയും ഫ്ലോറൽ ഫോർമുല, ഫ്ലോറൽ ഡയഗ്രാം ആണ് നമുക്കിനി പഠിക്കേണ്ടത്. അപ്പോൾ സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഫ്ലോറൽ ഫോർമുല ആൻഡ് ഡയഗ്രാം എഴുതുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് ടേംസ്, ഓരോ ടേംസ് നമ്മൾ എന്തൊക്കെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത്. സോ അതാണ് ഈ സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നത്. സോ ഈ ഫ്ലോറൽ ഫോർമുല എല്ലാം നമ്മൾ എഴുതുമ്പോൾ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഒരു ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സിന് ബ്രാക്റ്റ് ഉണ്ടായിരിക്കാം, ആബ്സെൻ്റ് ആയിരിക്കാം, കാലിക്സ് എങ്ങനെയാണ്, കൊറോള, പെരിയാന്ത് or androecium and gynoecium,
സോ ഇഫ് ഗൈനീഷ്യം പ്രസൻ്റ് ആണെങ്കിൽ ഗൈനീഷ്യം സുപ്പീരിയർ ആണോ ഓവറി ഇൻഫീരിയർ ആണോ, അതുപോലെ തന്നെ ഫീമെയിൽ പ്ലാന്റ്, മെയിൽ പ്ലാന്റ്, ആക്നോമോർഫിക്, സൈഗോമോർഫിക്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓരോ സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോറൽ ഫോമുലയായിട്ട് നമ്മൾ എഴുതുന്നത്. സോ ആ ഫ്ലോറൽ ഫോമുലയിൽ നമ്മൾ പറഞ്ഞു ഫ്ലവറിന് ബ്രാക്റ്റ് പ്രസൻ്റ് ആണെങ്കിൽ സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് as BR. ആൻഡ് കാലിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ കൊണ്ടാണ്, കാലിക്സ് കെ. ബിക്കോസ് കാലിക്സ് ആൻഡ് കൊറോള രണ്ടും സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് കാലിക്സിനെ കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, കൊറോളയാണ് സി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് കാലിക്സ് കൊറോള ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ പെരിയാന്ത് എന്ന് വിളിക്കുന്നു. പെരിയാന്ത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി. And andrecium is represented by capital letter A and gynecium is represented as capital letter G. ആൻഡ് നമ്മൾ പറഞ്ഞു ഗൈനീഷ്യം എന്താണ് ഓവറി സുപ്പീരിയർ, ഇൻഫീരിയർ ആൻഡ് ഹാഫ് ഇൻഫീരിയർ കേസ് 3 കേസ് പറഞ്ഞു. അതിൽ എന്താണ് ഹൈപ്പോഗൈനസ് ദാറ്റ് ഈസ് സുപ്പീരിയർ ഓവറി, ജി എഴുതിയിട്ട് എന്താണ് താഴെ ഒരു അണ്ടർസ്കോർ, താഴെ ഒരു ലൈൻ നമ്മൾ കൊടുക്കുന്നു, ദാറ്റ് ഈസ് സുപ്പീരിയർ ഓവറി. ആൻഡ് ഇൻഫീരിയർ ഓവറി മീൻസ് എന്താണ് എപ്പിഗൈനസ് ആണ്. സോ ജി എഴുതിയിട്ട് എന്താണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈൻ കൊടുക്കേണ്ടത്. ആൻഡ് ഫീമെയിൽ സിമ്പിൾ കണ്ടോളൂ, അതുപോലെ തന്നെ മെയിൽസിൻ്റെ സിമ്പിൾ ഈ രീതിയിലാണ്. ഇനി ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ രണ്ടും ഒറ്റ ഫ്ലവറിലാണെങ്കിൽ നമ്മൾ ഈ 2 സിമ്പിളും കൂടി ഒറ്റ ഇതിൽ കൊടുക്കുന്നു. അതായത് ആ പ്ലസും അതുപോലെ തന്നെ മുകളിൽ ആരോ മാർക്കും ആ ഒറ്റ ഇതിൽ തന്നെ കൊടുക്കുന്നതാണ് ബൈസെക്ഷൽ എന്നറിയപ്പെടുന്നത്. ആൻഡ് ആക്നോമോർഫിക് ഫ്ലവർ പറഞ്ഞു എന്താണ് ഈ സിമ്പിളാണ്. സൈഗോമോർഫിക് ഒരു പെർസെൻറ്റേജിൻ്റെ സിമ്പിളായിരിക്കും. സോ നമ്മളിപ്പോൾ ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്യൂസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ എന്താണ് ഫ്രീ ആയിരിക്കും. ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ കാലിക്സ് എഴുതിയിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബ്രാക്കറ്റ് കൊണ്ടിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത ഫാമിലി യൂസ് ചെയ്ത് അതിനകത്തുള്ള നമ്മളെ ഫ്ലോറൽ ഫോമുല വെച്ചുകൊണ്ട് നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. Family Fabaceae was earlierly called as Papilionoideae and a subfamily called as Leguminosae. And in this family Fabaceae, the flowers are bisexual and zygomorphic. And the calyx consists of 5 sepals, and these sepals are fused, so they are known as gamosepalous, and it is valvate or imbricate aestivation. And in corolla, it consists of 5 petals, and it is polypetalous. ആൻഡ് ഇറ്റ്സ് പാപ്പുലനേഷ്യസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കൊറോളയുടെ കേസ് പറഞ്ഞു എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റൽസ് പ്രസൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് വിങ് ആൻഡ് കീൽ പെറ്റൽസ് എന്ന് പറഞ്ഞു. സോ ദീസ് എസ്റ്റിവേഷൻ പ്രസൻറ്റ് ഈസ് നോൺ എസ് വെക്സിലറി എസ്റ്റിവേഷൻ. ആൻഡ് ഇൻ ഗൈനീഷ്യം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 10 and stamens are there. It is diadelphous condition. There 9 stamens are together in a one bundle and the one stamens remains free. That is known as diadelphous condition, and the anther is dithecous. And the case of gynecium, the ovary is superior and it is monocarpellary unilocular with many ovules and the style is single. So what are the economic importance of this family? The plants belonging to this family are sources of pulses like gram, bean, pea, arhar, etc. and edible oils like groundnut, soybean, etc. അപ്പോൾ സോ ഈ പറയുന്ന ഗ്രാം, ബീൻസ്, പീ, ഗ്രൗണ്ട്നട്ട്, സോയ്ബീൻ ഇതെല്ലാം ഏത് ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? ഫാബേസിയ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഇൻ സം പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി ആർ സോഴ്സ് ഓഫ് ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിഗോഫെറ, അതും ഈ ഫാബേസിയ ഫാമിലിയിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഫൈബേഴ്സ് എടുക്കുന്ന സൺഹെം, അതുപോലെ ഫോഡ്, സെസ്ബാനിയ, ട്രൈഫോളിയം, these all plants are included in the family Fabaceae. And some ornamental plants at lupin, sweet pea ഇതെല്ലാം ഏത് ഫാമിലിയിൽ തന്നെയാണ്? ഫാബേസിയയിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഫ്ലോറൽ ഫോമുല നോക്കിയാൽ അറിയാം. നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് സിമ്പിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതാണ്? സൈഗോമോർഫിക് ഫ്ലവർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞു ബൈസെക്ഷൽ ഫ്ലവർ ആകുമ്പോൾ മെയിൽ ഫീമെയിൽ രണ്ടും ഒരുമിച്ചിടുന്ന ഒറ്റ സിമ്പിൾ ഇടുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവർ. സോ കാലിക്സ് നമ്മൾ പറഞ്ഞു ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കെ. ആൻഡ് 5 petals are there. ബ്രാക്കറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു? ഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞു. ഗാമോസെപ്പാലസ് ഫ്യൂസ്ഡ് ആയതുകൊണ്ട് എത്ര നമ്പർ എന്ന് എഴുതിയിട്ട് നമ്മളതിന് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ എസ് ഫ്യൂസ്ഡ് ഗാമോസെപ്പാലസ്. ആൻഡ് കൊറോള നമ്മൾ പറഞ്ഞു എത്ര? 5 petals ആണുള്ളത്. 1 സ്റ്റാൻഡേർഡ് ദാറ്റ് ഈസ് 1 പ്ലസ് 2 എന്താണ്? വിങ് പ്ലസ് ആൻഡ് 2 കീൽ പെറ്റൽസ് രണ്ടും ഫ്യൂസ്ഡ് ആണ്. സോ കീലിന് മാത്രം എന്ത് ചെയ്യുന്നു? ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫ്യൂസ്ഡ് പെറ്റൽ.
And next is the androecium. Androecium പറഞ്ഞു എന്താണ് 9 plus 1 condition ആണ്. 9 are fused together in a one bundle plus 1 is free. So that is known as diadelphous condition. And in the case of gynecium, gynecium എന്താണ് ovary superior ആണ്. That is hypogynous ovary with monocarpellary. So one carpel is present. So that is known as 1. G in superior ovary, one carpel is there. So this is the floral formula which indicates the family Fabaceae. And also the floral diagram is there. Floral diagram തന്നിട്ട് ഇത് ഏത് ഫാമിലി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. സോ ആ ഫ്ലോറൽ ഡയഗ്രം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. Next is the family Liliaceae. It is commonly called the lily family and is a characteristic representative of the monocotyledonous plant. So monocot പ്ലാന്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ ലിലി ഫാമിലി അറിയപ്പെടുന്നത്. സോ എന്താണ് ഇതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്ന് നോക്കാം. ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് സോളിറ്ററി ഓർ സൈമോസ് ഫ്ലവർ ആയിരിക്കും. ഓഫൺ ദേ ആർ നോൺ ആസ് അംബെല്ലൈഡ് ക്ലസ്റ്റർ എന്നറിയപ്പെടുന്നു. സോ ദീസ് ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ ആൻഡ് ആക്ടിനോമോർഫിക്. ആൻഡ് ഇൻ ലിലി ഫ്ലവർ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പെരിയാന്തായിരിക്കും കാണപ്പെടുന്നത്. പെരിയാന്തിൻ്റെ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ടെപ്പൽ എന്നറിയപ്പെടുന്നത്. സോ ടെപ്പൽ 6 ഉണ്ടാകും. അതുപോലെ തന്നെ 3+3 കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഓഫൺ യുണൈറ്റഡ് ഇൻ ടു എ ട്യൂബ് ആൻഡ് ഈസ്റ്റിവേഷൻ പ്രസൻറ്റ് ഈസ് നോൺ ആസ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. ആൻഡ് ദ ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് 6 stamens. That is also 3+3 condition. And the gynecium is tricarpellary, syncarpous. And ovary is superior ovary, trilocular with many ovules and axial placentation. And ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ടുള്ള ട്യൂലിപ്പ് ഗ്ലോറിയോസ, മെഡിസിനൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അലോവേറ, അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസ്പെറാഗസ് ആൻഡ് കോൾച്ചിസിൻ. കോൾച്ചിസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഡിസിനൽ ഡ്രഗ് ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾച്ചിക്കം ഓട്ടംനാലെ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. സോ ഈ ഫാമിലിയുടെ ഫ്ലോറൽ ഫോമിൽ നമുക്ക് നോക്കാം. BR ദാറ്റ് മീൻസ് ബ്രാക്ട് പ്രസൻറ്റ്, ആക്ടിനോമോർഫിക് ആണ്, ഓൾസോ ബൈസെക്ഷൽ. നമ്മൾ പറഞ്ഞു പെരിയാൻ എന്നാൽ ടെപ്പൽ 6 ഉണ്ട്, അതായത് 3+3 കണ്ടീഷൻ ദാറ്റ് ഈസ് ഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ ആൻഡ്രീഷ്യം 3+3 കണ്ടീഷൻ ആൻഡ് ഗൈനീഷ്യം 3 അതായത് ട്രൈലോക്കുലാർ ആണെന്ന് പറഞ്ഞു. സോ 3 കാർപ്പൽസ് ഉണ്ടാകും. ട്രൈ കാർപ്പല്ലറി ആണ്. അതുപോലെ തന്നെ എന്താണ് ഫ്യൂസ്ഡ് ആണ്. സോ ബ്രാക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഫ്ലോറൽ ഫോർമുല ആൻഡ് ഓൾസോ ദ ഫ്ലോറൽ ഡയഗ്രം ഈസ് ദർ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫ്ലോറൽ ഡയഗ്രം നമുക്ക് നേരത്തെ പറഞ്ഞ ഫാബേസിയുടെയും ലിലിയസിയുടെയും ആണ് ഫ്ലോറൽ ഡയഗ്രം പഠിക്കേണ്ടത്. സോ അത് രണ്ടും നല്ല ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഏത് ഫാമിലിയുടെ ആണ് ഫ്ലോറൽ ഡയഗ്രം എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. സോ ഇത്രയും പോർഷൻസ് ആണ് ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ വളരെ കുറച്ച് പോർഷൻ മാത്രമാണ്. ഒരുപാട് സൊളനേസി എന്ന് പറയുന്നൊരു ഫാമിലിയോട് പഠിക്കാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ അത് തന്നിട്ടില്ല. സോ ഇത്രയും ഫാമിലീസും ബാക്കിയുള്ള പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇത്രയും പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രംസ് A and B ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്ലാസൻറ്റേഷൻ. സോ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ പോർഷനിൽ നിന്ന് തന്നെയാണ് ഏത് പ്ലാസൻറ്റേഷൻ എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. Second one, observe the floral diagram and answer the following question. Name the family and write the nature of stamen. So ഇത് തന്നിരിക്കുന്ന ഫാമിലി വെച്ചിട്ട് നമുക്ക് ഏതാണെന്നുള്ളത് എഴുതാനായിട്ട് സാധിക്കും. Question, in the family Fabaceae, stamens are described as. അപ്പോൾ ഫാബേസിയയിൽ സ്റ്റേമനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് എഴുതുക. ആൻഡ് ഫോർത്ത് വൺ, the following figures show 2 types of estivation. Answer the following questions. Identify the type A and B. How will you distinguish A and B? Fifth one, the following diagram represents 5 petals of a flower in a plant belonging to a major family. Answer the following questions. A, identify the family, and B, write the floral formula of the flower. Sixth question, write the names of the estivation in figure 1, 2 and 3. Identify the estivation of petals in pea flower from the above 3 estivations. Seventh one, observe the diagrams given below. Name the type of flowers A and B. Give 1 examples of each. Eighth one, match the following. Calotropis, China rose, cassia, pea. And in column B, vexillary, valvate, twisted, imbricate. So, ഈ മാച്ച് ദി ഫോളോയിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റിവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്.
Ninth one, define the following terms: A. Aestivation and B. Placentation. 10th question, the arrangement of ovules in the ovary is known as placentation. Given below are different types of placentations. A. Identify A, B and C, and B. Briefly explain A, B and C in 1 or 2 sentences. 11th one, given below is the floral diagram of a family you have studied. A. Identify the family and distribution of corolla. B. Describe 3 other floral characters from the floral diagram using technical terms. 12th one, observe the given floral diagram. Identify the family and write any 4 floral characters of the identified family. 13th one, the arrangement of flower on the floral axis is called dash. And B. How can you differentiate an actinomorphic flower from a zygomorphic flower? 14th one, observe the figures A, B and C. Identify the position of ovary of each flower and name the flowers accordingly. 15th one, observe the terms given below: vexillary, axile, marginal, imbricate, basal and valvate. Identify the 3 kinds of placentation from the above and explain them. 16th one, observe the given floral diagram. A. Identify the family. B. Write down any 2 distinguishing features of gynoecium. And C. Write any 2 economically useful plants belonging to this family. 17th one, based on the symmetry, the flowers can be classified into 3 types. Name and explain them. 18th one, observe the diagram. Identify the type of placentation. Give 1 examples for each type. 19th one, floral formula of an angiosperm plant is given below. Identify the family. Write the characteristic features of corolla and androecium of the flower. Write 1 economically important plant of this family. 20th question, observe the figures A and B. Identify the aestivation A and B. Write 1 peculiarity of A. Name the 3 kinds of petals in B. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻസിലൂടെ ചോദിക്കുക. സോ ഈ ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.